നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണഗണങ്ങൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഏതാണ്ട് 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഒന്ന്, ആദ്യത്തെ എന്തുവായിരുന്നു? കോളിംഗ് ഓഫ് ഗോഡ്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരിക്കണം. 2, ഹി ഷുഡ് ബി കോമ്പിറ്റൻറ്റ്, അല്ലെങ്കിൽ അവൻ അതിന് പ്രാപ്തനായിരിക്കണം. അവൻ്റെ വിളിക്കനുസരിച്ചുള്ള പ്രാപ്തി അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടാക്കി എടുക്കണം. 3, ഷുഡ് ബി കോൺഫിഡൻസ്, ദൈവം എന്നെ വിളിച്ചെന്നും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ചെയ്യുവാനുള്ള കൃപ ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്നെന്നും അതെന്നെ കൊണ്ട് കഴിയും എന്നുമുള്ള ഒരു ആത്മവിശ്വാസം അവനുണ്ടായിരിക്കണം. 4, അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത്, ക്യാരക്ടർ ഈസ് നോട്ട് എൻ ഇൻബോൺ ക്വാളിറ്റി, അതെപ്പോഴും ഓർത്തോണം. സ്വഭാവം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അത് സംസ്കരിച്ചെടുക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തോ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് നിങ്ങളുടെ നോട്ടിൽ എഴുതി കാണത്തില്ല, ഇതുവരെ വേണമെങ്കിൽ എഴുതിക്കോ. ക്യാരക്ടർ ഈസ് നോട്ട് എൻ ഇൻബോൺ ക്വാളിറ്റി. സ്വഭാവം എന്നുള്ളത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മൾ വളർത്തിയെടുക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ വളർത്തിയെടുക്കുന്ന ഒന്നാണ്. ഇംഗ്ലീഷ് അറിയാവുന്നൊരു ഇംഗ്ലീഷ് തന്നെ എഴുതിക്കോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ല. ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ഇൻബോൺ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നുള്ളത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, ബട്ട് സംതിങ് വാട്ട് വി ഡെവലപ്പ്. അതെപ്പോഴും ഓർത്തോണം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതാ? ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാ. എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യമാണെന്ന് പറയാൻ കാരണം, നമ്മൾ ദൈവത്തിൻ്റെ ജനത്തെ ഇത് ചെയ്യുന്നത്, നയിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ജനത്തെ പ്രാപ്തരാക്കുന്നതിൽ നമ്മളൊക്കെ, അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും അവരുടെ സ്വഭാവ സംസ്കരണത്തിന് എന്ത് ചെയ്യണം? പ്രാധാന്യം നൽകി കൊടുക്കണം. ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ? നടക്കുള്ളൂ. മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഞാൻ കള്ളം പറയില്ല, ഞാൻ സത്യമേ സംസാരിക്കൂ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇടപെടില്ല, ഞാൻ മറ്റുള്ളവൻ്റെ രഹസ്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യില്ല, പോവില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ തല്ലുകൊണ്ടും കൊടുത്തുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളും? പഠിച്ചോളും കുറേ കഴിയുമ്പോൾ. ഇതെല്ലാം പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല, പറഞ്ഞു തരാനും പഠിപ്പിക്കാൻ പറ്റില്ല ബൈബിൾ സ്കൂളിൽ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നമ്മൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നത്? നമ്മുടെ സ്വഭാവ സംസ്കരണത്തിന്, നല്ല സ്വഭാവം നമുക്ക് കിട്ടാൻ എന്തോ വേണം? നമ്മൾ നല്ലവരോടുകൂടെ നടക്കണം. തരിയുടെ ആളുകളോടുകൂടെ അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? തരികിട പഠിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, നീ ആരോട് പഠിച്ചിരിക്കുന്നു എന്ന് നീ എന്ത് ചെയ്യണം? ഓർത്തോണം. നീ ആരോടെ പഠിച്ചതെന്ന് നീ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അങ്ങനെയുള്ളടത്തെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? വിടത്തുള്ളൂ. നമ്മളൊരു സഭ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അങ്ങനൊരു സ്ഥാപനമേ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചു എന്ന് പറയാൻ കാരണം അതാണ്. വേറെ ഒത്തിരി ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെ നീ പഠിച്ചേ? അത് വളരെ പ്രധാനപ്പെട്ട. അദ്ദേഹത്തിൻ്റെ കുറേ സ്വഭാവ ഗുണങ്ങൾ നിന്നിൽ തനിയെ എന്ത് ചെയ്യും? വരും. അറിഞ്ഞോ അറിയാതെയോ അത് നീ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എനിക്കതുപോലെ ആവണം. കർത്താവ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. 5ാമത്തെ നമ്മൾ പഠിച്ചത് എന്തുവാ? ഹി ഷുഡ് ബി കമ്പാഷനേറ്റ്. അവൻ ആർദ്രതയുള്ളവനായിരിക്കണം. ഒരാളൊരു വിഷയം വന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കേൾക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കപ്പാ. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ വിഷമം അങ്ങ് തീരും. അറ്റ്ലീസ്റ്റ് ബി കമ്പാഷനേറ്റ്. അടുത്തത് നമ്മൾ പഠിച്ചത് എന്തുവാ? ഹി ഷുഡ് ബി അപ് ടു ഡേറ്റ്. അവന് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച്, എന്താണ് അവൻ്റെ ചുറ്റുപാടും നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവൻ എന്ത് ചെയ്യണം? ബോധവാനായിരിക്കണം. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മെന്റാലിറ്റിയിൽ കണ്ണുമടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എന്താണ് എൻ്റെ ചുറ്റുപാട് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധവാനായിരിക്കണം. അടുത്തത് നമ്മൾ കണ്ടു. എന്തുവായിരുന്നു അടുത്ത് കണ്ടത്? ഹി ഷുഡ് ബി എ സ്റ്റുഡൻറ് ഓർ എ ലേണർ. അവൻ ആരായിരിക്കണം? പഠിക്കാൻ മനസ്സുള്ള ഒരുവന് ആയിരിക്കണം. 7ാമത്തെ പോയിന്റ് ആയിട്ട് വരും, ഹി ഷുഡ് ബി എ ലേണർ ഓർ എ ലീഡർ. അവന് കാര്യങ്ങളെക്കുറിച്ച് അവൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനായിരിക്കണം. അപ്പോഴേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ് ടു ഡേറ്റ് ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ പഠിക്കുന്നത് ആരിൽ നിന്നൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സബ് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ആരിൽ നിന്നൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു? 1, ഹി ഷുഡ് ലേൺ ഫ്രം ഗാഡ്. അതാണ് ഏറ്റവും പ്രാധാന്യം. ദൈവത്തിന് എന്നെ പഠിപ്പിക്കാനുള്ളത്. ഞാൻ ഈ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ, എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലൂടെ, എൻ്റെ ജീവിതത്തിൽ നേരിട്ട ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്, ഗോഡ് വാട്ട് യു
what are you speaking to me? നീ എന്തുവാ എന്നോട് പറയുന്നേ? Did I miss something? നിനക്ക് എന്നെ പഠിപ്പിക്കാൻ നീ എന്നെ ആഗ്രഹിച്ചത് ഞാൻ എന്ത് ചെയ്തു? മിസ് ചെയ്തു പോയി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മളത് മിസ് ചെയ്തെങ്കിൽ അതേ പരീക്ഷ തന്നെ വീണ്ടും എഴുതേണ്ടി വരും. അതാ ദൈവത്തിൻ്റെ സ്കൂളിനുള്ള ഏറ്റവും വലിയ ഗുണം. നീ അത് ജയിക്കുവോളം അതേ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കും, ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തെ എന്താ ഇത് ഇങ്ങനെ അടിക്കടിക്ക് വരുന്നത്? നീ അതിൽ ജയിച്ചിട്ടില്ല ഇതുവരെ, നീ ആ പരീക്ഷയിൽ ഇതുവരെ എന്ത് ചെയ്തില്ല. അതിൽ ജയിക്കുവോളം ഇതേ ടെസ്റ്റ്, ഇതേ പരീക്ഷ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. എന്തിനാ? എന്നാലേ അടുത്ത ക്ലാസ്സിലോട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊമോഷൻ തരാനേ ഒക്കത്തുള്ളൂ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരേ പരീക്ഷ തന്നെ പിന്നെയും. അവസാനം നമ്മൾ ദൈവം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പിന്നെയും എന്തിനത്? നീ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല, നീ ഇതിനെ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ പരീക്ഷകൾ നമുക്ക് ആവർത്തിച്ച് വരും. ആദ്യത്തെ പരീക്ഷ തന്നെ ജയിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ രണ്ടാമത്തേലെങ്കിലും ജയിച്ചോ. അപ്പോൾ ഇത് ആവർത്തിക്കപ്പെടത്തില്ല. മറ്റേത് ചുമ്മാ കാലവും സമയവും പോകുമെന്നല്ലാതെ വേറൊരു ഗുണവുമില്ല. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവരെ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലാത്തിട്ട് നീ ഇപ്പോഴും 3ാം ക്ലാസ്സിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ആ പരീക്ഷ നമ്മൾ ജയിച്ചേ പറ്റും. സോ വി ഹാവ് ടു ലേൺ ഫ്രം ഗോഡ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരനൊരുത്തൻ പറഞ്ഞ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, അവിടുത്തെ ചട്ടങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അതെനിക്ക് എന്തായി കുറേയും കൂടെ കാരണമായി തീർന്നു. അപ്പോൾ എവറി ടെസ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷകളിലൂടെയും ദൈവത്തിന് നമ്മെ ചിലത് എന്ത് ചെയ്യാനുണ്ട്? പഠിപ്പിക്കാനുണ്ട്. ഒന്നുകിൽ നമ്മെ സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കാൻ, ഒന്നുകിൽ ക്ഷമയുള്ളവരാക്കാൻ, എന്തൊക്കെയോ നമ്മെ പഠിപ്പിക്കാൻ ദൈവത്തിനുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ലോകമൊന്നും നമ്മളെ പഠിപ്പിക്കാൻ. ഓൾവേസ് ഗോഡ് ഹാസ് എ ലെസൺ ടു ടീച്ച് us. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ആരെയെന്നാ പറഞ്ഞേ? വി ഹാവ് ടു ലേൺ ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഹി ഷുഡ് ബി എ സ്റ്റുഡൻറ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. കാരണം ഒരേ വാക്യത്തിൽ നിന്ന് തന്നെ ഇന്നലെ പഠിച്ച കാര്യമല്ല ദൈവം എന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഉണ്ടായല്ലോ, ഞായറാഴ്ച പ്രസംഗിച്ച അതേ വാക്യം തന്നെയാണ് വെള്ളിയാഴ്ച പ്രസംഗിച്ച ദൈവരാജൻ അതേ ഭാഗവും അതേ വാക്യം എടുത്തേ. ഏതാ? ബെരസ കുളവിൽ കിടന്ന മനുഷ്യനെ കുറിച്ച്. ഞായറാഴ്ച സോമൻ പാസ്റ്റർ പ്രസംഗിച്ച് കിടന്നുറങ്ങുന്നു വായിച്ചതേ, അത് തന്നെയാണ് ആരെടുത്തേ? ബെന്നി പാസ്റ്റർ വെള്ളിയാഴ്ച എടുത്തേ. പക്ഷെ എൻറ്റയർലി ഡിഫറെൻറ്റ് തോട്ടായിരുന്നു. അപ്പം ഓരോ പ്രാവശ്യവും ഗോഡ് ഹാസ് സംതിങ് ന്യൂ ടു ടീച്ച് us ഫ്രം ദ വേർഡ്. വചനത്തിൽ നിന്ന് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം. വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? കഴിഞ്ഞ ദിവസം നിജിൽ പാസ്റ്റർ പറഞ്ഞല്ലേ, ഈ കോവിഡ് മുഴുവനായിരുന്നു അല്ലേ, ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നതാ. എന്നിട്ടെങ്കിലും വചനം വായിച്ചോ? കുറേ സീരിയൽ കണ്ട് തീർത്തൊന്നല്ലാണ്ട് ചിലർ സീരിയൽ തിന്നും തീർത്തു. സീരിയൽ തിന്നാനുള്ളതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം കൂടെയാണ് സീരിയൽ. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ കോവിഡ് കാലം ചിലവഴിച്ച്? എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വല്ലതും ചെയ്തോ? നമ്മൾ എത്ര സമയം നമുക്ക് കിട്ടി? ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്തു നമ്മൾ. യു ഹാവ് ടു ബി ദ സ്റ്റുഡൻറ് ഓഫ് ദ വേൾഡ്. ചുമ്മാ ഇരുന്ന് പ്രസംഗങ്ങൾ തയ്യാറാക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇരുന്ന് മെസ്സേജസ് തയ്യാറാക്കണം. ഒരു പ്രസംഗം വേറെ ആളുടെ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നീ ഒരു പ്രസംഗം എന്ത് ചെയ്യണം? പുതിയതായിട്ടൊരെണ്ണം ഉണ്ടാക്കണം. ബി എ സ്റ്റുഡൻറ് ഓഫ് ദ വേൾഡ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്തുവാ? ലേൺ ഫ്രം അതർ സക്സസ്ഫുൾ ലീഡേഴ്സ്. എന്ന് പറഞ്ഞത് വിജയാളികളായി തീർന്ന, വിജയം വരിച്ച നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ജീവിതത്തിൽ വിജയം കൈവരിച്ച, എവിടെങ്കിലും എത്തിച്ചേർന്ന ആളുകളുടെ അനുഭവങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ഇത്രയും വിജയകരമായിരിക്കുന്ന ഒരു മിനിസ്ട്രി ചെയ്തതിൻ്റെ പുറകിലെ നിങ്ങളുടെ രഹസ്യം എന്തുവായിരുന്നു? കേൾക്കണം. അവരോട് ചുമ്മാ ഇരിക്കുമ്പോൾ അവരുടെ കഥകൾ കേൾക്കണം. 40-45 വർഷമൊക്കെ ആയില്ലേ ഇപ്പം മിനിസ്ട്രിയിലായിട്ട് അല്ലേ? ഒന്നുമില്ലാമെന്ന് ഇത്രയൊക്കെ മിനിസ്ട്രി നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ദേ വാണ്ട് ടു നോ, എങ്ങനെയായത്? വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളുടെ മിനിസ്ട്രിയുടെ രഹസ്യം എന്തുവാ എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഒത്തിരി ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അതിന് പറയാനുള്ള അനുഭവങ്ങളുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഹാർവസ്റ്റ് ടിവിക്കാരനെ വിളിച്ചായിരുന്നു. പാസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിന് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, പാസ്റ്ററെ കുറിച്ച് ഞങ്ങൾ ഒത്തിരി കേട്ടു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, കേട്ടതൊക്കെ സത്യമായിരിക്കട്ടെ. എന്തോ കേട്ടതെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ചിലപ്പോൾ വേണ്ടാന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവസരമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, വി ഹാവ് ടു ലേൺ ഫ്രം അതേഴ്സ്. ഞാൻ എവിടെ പോയാലും, ഞാൻ എപ്പോൾ പോയാലും, ഓരോ പ്രാവശ്യത്തിൻ്റെ വിദേശയാത്രയിലെല്ലാം ഞാൻ 1-2 ലീഡർഷിപ്പ് സെമിനാറുകളിൽ ഞാൻ പോയി സംബന്ധിക്കും. വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത, വൻ കാര്യങ്ങൾ ചെയ്തെടുത്ത ആളുകളിൽ നമുക്ക് ഒത്തിരി പഠിക്കാനായിട്ടുണ്ട്. ലേൺ ഫ്രം അതർ സക്സസ്ഫുൾ ലീഡേഴ്സ്. അതാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഒന്ന്, ഹി ഷുഡ് ബി എ സ്റ്റുഡൻറ് ഓഫ് ഗാഡ്. 2, സ്റ്റുഡൻറ് ഓഫ് ദ വേർഡ്സ് ആൻഡ് സ്റ്റുഡൻറ് ഫ്രം അതർ ലീഡേഴ്സ്. അടുത്തത്, നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. വിജയത്തിൽ നിന്ന് മാത്രമല്ല, പരാജയങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം. എന്തുകൊണ്ട് ഞാൻ അവിടെ പരാജയപ്പെട്ടു? എനിക്കറിയാം, എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഒരു തെറ്റ് ഒരിക്കലേ ചെയ്യാവൂ, നെവർ റിപ്പീറ്റ് ഇറ്റ്. ഒരു തെറ്റ് രണ്ടാമതും ചെയ്യുന്നവനെ എന്തോ വിളിക്കണ്ടേ? ഒരു ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നവനെ എന്തോ വിളിക്കണ്ടേ? ഭോഷൻ. അവനെ നമ്മൾ വിളിക്കുന്നത് ഭോഷൻ എന്നാ. കാര്യം എന്നാ? അവൻ ആദ്യത്തേതിൽ നിന്ന് എന്ത് ചെയ്തില്ല, അവൻ പഠിച്ചില്ല, അവൻ ഭോഷൻ.
അവൻ മൂന്നാമതും ചെയ്യുന്നെങ്കിലോ അവനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു തെറ്റ് രണ്ടാമത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യാം? നീ അത് പഠിച്ചില്ലടാ മണ്ട ബോഷ, നിനക്കറിയില്ലായിരുന്നോ? മൂന്നാമതും അതേ തെറ്റ് തന്നെ അവൻ ചെയ്യുന്നെങ്കിൽ അകത്തൊന്നും ഇല്ലെന്ന അർത്ഥം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ ആരെയും അങ്ങനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഒത്തിരി ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ ചില പിടിവാശി മൂലം എന്തെല്ലാം നന്മ നഷ്ടമായി പോയിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ ചില പിടിവാശി മൂലം ഇന്നും ഞാൻ വേദന അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാനൊന്ന് താഴാൻ തയ്യാറായാൽ മതിയായിരുന്നു. ഞാനൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മതിയായിരുന്നു. ഇനി അത് ആവർത്തിക്കില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. കാരണം അതിൽ നിന്ന് ഞാൻ വലിയൊരു പാഠം പഠിച്ചു, വലിയ വില എനിക്ക് കിട്ടേണ്ടി വന്നു. അപ്പം നമ്മുടെ പരാജയങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ പരാജയത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അദ്ദേഹം അങ്ങനെ ആവാൻ കാരണം അത് ഇങ്ങനെ എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ്. ഒരിക്കലും നമ്മുടെ പരാജയത്തെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഏറ്റവും എളുപ്പം എന്നാണെന്നറിയാമോ? തെറ്റിയെന്ന് പറയുകയാണ്. സോറി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അവിടെ കൊണ്ട് പ്രശ്നം തീരും. സ്മൂത്തായിട്ട് വീണ്ടും നമ്മുടെ വണ്ടി ഓടും. അപ്പം നാലാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വി ഷുഡ് ലേൺ ഫ്രം അവർ ഫെയിലിയർ. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ പരാജയങ്ങളിൽ നിന്ന്? പരാജയം വന്നിട്ടില്ലല്ലോ അല്ലേ? പരാജയത്തെ പരാജയമായിട്ട് കാണാത്തവരുണ്ട്. അവർക്കാണ് മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് ഒരു ആല് മുളച്ചാൽ അതും അവനൊരു തണലെന്ന്. ആദ്യ ഭാഗം ഞാൻ മനഃപൂർവ്വം വിട്ട് കളഞ്ഞു. എന്താ എൻ്റെ കാരണം? പരാജയത്തെ സമ്മതിക്കാൻ മനസ്സില്ല. പരാജയത്തെ ആഘോഷമാക്കുകയാണ് അവന്. നോ, ലേൺ ഫ്രം യുവർ ഫെയിലിയർ. പരാജയം സംഭവിക്കാത്തവരാരുമില്ല. പരാജയം ആവർത്തിക്കപ്പെടാതിരുന്നാൽ നിനക്ക് നിന്റെ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത് അഞ്ചാമത്തെ, ലേൺ ഫ്രം ദ പീപ്പിൾ ഹു ലീഡ്. നിന്നെ നയിക്കുന്നവരിൽ നിന്ന് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്, നിന്നെ നയിക്കുന്നവരിൽ നിന്ന് നീ പഠിക്കണം. അതെന്താ അതിൻ്റെ പ്രത്യേകത? നിന്നെ നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിന്റെ പൊട്ടൻഷ്യാലിറ്റിയും നിന്റെ പോസിബിലിറ്റിയും അറിയത്തുള്ളൂ. നിന്നെ നയിക്കുന്ന നേതാവിന് മാത്രമേ നിന്റെ കഴിവെന്തുവാന്ന് അറിയത്തുള്ളൂ, നിന്റെ കഴിവുകേടുകളും അറിയത്തുള്ളൂ. അതനുസരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നിനക്ക് വേണ്ടി ഒരു പാത വെട്ടി തുറക്കുന്നത്. നിന്നെ കൊണ്ട് ഇത്രയേ കഴിയൂ, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും സാധിക്കും. വല്ലവൻ്റെ വാക്ക് കേട്ടാലോ? ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന്. അപ്പൊ അവന്റെ വാക്ക് കേട്ട് നിന്റെ ലീഡർക്കേ അറിയാവൂ നിന്നെ കൊണ്ട് എന്ത് പറ്റും, നിന്നെ എവിടെ പ്രൊട്ടക്ട് ചെയ്യണം, നിന്നെ എവിടെ താങ്ങണം, നിന്നെ എവിടെ കവർ ചെയ്യണം, നിന്നെ എവിടെ എക്സ്പോസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചത് അത്യാവശ്യമൊക്കെ അറിയാമല്ലോ, ഇംഗ്ലീഷ് അല്ലേ? ഇത് നിന്റെ ലീഡർക്കേ അറിയാവൂ. മറ്റവൻ എന്നാ ഹൗ മുതലൊന്നും മുടക്കിയിട്ടില്ലല്ലോ നിനക്ക് വേണ്ടിയിട്ട്. അവൻ 5 പൈസ മുടക്കിയിട്ടില്ല, 5 പൈസ ചെലവുമില്ല. പിന്നെ നിന്റെ കിട്ടിയത് മുഴുവൻ അവന് ലാഭം. അപ്പൊ യു ഷുഡ് ലേൺ ഫ്രം യുവർ ലീഡർ. എൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആള് എന്താണോ പറയുന്നത് അതിനാണ് ഞാൻ ചെവി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കാരണം ആ വ്യക്തിയുടെ ഉദ്ദേശം നമ്മെ നശിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ലേൺ ഫ്രം യുവർ ലീഡർ. ആരാ ലീഡർ നിങ്ങളുടെ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഹു ഈസ് യുവർ മെന്റർ? നിന്നെ പണിതെടുക്കുന്നവൻ ആരാ? തൻ്റെ ജീവിതവും തൻ്റെ സമയവും തൻ്റെ പണവും എല്ലാം നിന്റെ മേൽ ചിലവഴിക്കുന്ന ആരാ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിന്റെ ചെവി അവങ്കിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ചായ്ക്കേണ്ടത്. കാരണം അവനാ മുതൽ മുടക്കിയത്, അവനാ നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുള്ള, അവനാ നിന്റെ വളർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ലേൺ ഫ്രം യുവർ ലീഡർ. നിന്റെ നേതാവിൽ നിന്ന് വേണം നീ എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ട്. ശ്രദ്ധിച്ചേ, അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ കുറിച്ചൊക്കെ പറയുന്നത്, ഞങ്ങൾ നടന്ന അതേ കാൽച്ചുവടുകളിലല്ലയോ ഇവർ നടന്നത്. പൗലോസിനൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തീമോത്തിയോസിനെ എടുത്തെടുത്ത് പറഞ്ഞേക്കായിരുന്നു. കാര്യം തനിക്കറിയാം, he won't do any mistake. 6, he should be willing to learn from the public. പൊതുജനത്തിൽ നിന്ന് പഠിക്കാൻ അവൻ തയ്യാറായിരിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ജനം എന്താ പറയുന്നതെന്ന് എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം. അവരുടെ ആവശ്യം എന്താണെന്ന് നീ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ടേസ്റ്റ് എന്താണെന്ന് നീ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അവർ നിന്റെ ലീഡർഷിപ്പിന്റെ കീഴിലല്ലായിരിക്കാം. കാരണം ചില ലീഡേഴ്സിന് ഒരു വലിയ ദോഷമുള്ളതെന്നറിയാമോ? അതായത് അവരവരുടെ അനുയായികളെ മുഴുവൻ ഒരു മാസ്മരിക വലയത്തിൽ അങ്ങോട്ട് ആക്കി തീർത്തിരിക്കുകയാണ്. അത് വിട്ട് കൂടെയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഗ്രൂപ്പിനെ എന്തോ പറയുന്നത് നമ്മൾ ഒരൊറ്റ വാക്കുണ്ട്, തൻ്റെ അനുയായികളെ മുഴുവനും അതേ ഒരു മാസ്മരിക വലയത്തിൽ ഇങ്ങനെ ആക്കി തീർത്ത്
താൻ പറയുന്നത് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാൻ പോലും കഴിയാത്ത, കാണാൻ പോലും കഴിയാത്ത ഒരു മാസ്മരിക വലയത്തിലാക്കി തീർത്തിരിക്കുന്ന ഒരു ജനത്തിന്റെ പേരാണ് കൾട്ട്. അവരെ കൾട്ട് എന്നാ പറയാ. തൃശ്ശൂരുണ്ട് ഒരു ഇമ്മാനുവൽ എംപറർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. എന്നാ ബോഷത്തിലും മനുഷ്യബുദ്ധിക്ക് നിരക്കാത്തതാ അവരോരോന്ന് പറഞ്ഞും പിടിപ്പിച്ചും വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ. എന്താ കാരണം? അത് വിട്ടവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതുമ്പോൾ തന്റെ സഭാവിഷയം, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് ചോദിക്കുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? 3-ാം അധ്യായത്തിന് 1-ാം വാക്യം തോന്നുന്നു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അതൊരു ലീഡറിന് അതിനുള്ള ഗുണമുണ്ടെന്ന് ഓർത്തോണം. അപ്പം നമ്മുടെ തെറ്റുകളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പം സാധാരണ മലയാളത്തിൽ എൻ്റെ കഥ പറയാറുണ്ടല്ലോ, രാജാവിന് അറിയത്തില്ല താൻ എന്തുവാന്ന്. നഗ്നനാന്ന് രാജാവിൻ്റെ കൂടെ നടക്കുന്ന അനുയായികൾക്കും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാനോ അറിയാനോ. ഗംഭീരമായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു, ആ വസ്ത്രം എന്തൊരു നേർമയാ. അവസാനം ഒരു കൊച്ചു കുട്ടി വേണ്ടി വന്നു, എന്താ രാജാവ് തുണിയില്ലാതെ പോകുന്നതെന്ന് ചോദിക്കാൻ. ചിലപ്പോഴൊക്കെ മറ്റു ചിലർ വേണം നമ്മുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട്. അപ്പോഴാണ് രാജാവിൻ്റെ കണ്ണ് തുറന്ന്. ആ കൊച്ചിന് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ കണ്ടത് വിളിച്ചു പറഞ്ഞു. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് നമ്മൾ കണ്ണുമടച്ച് അങ്ങോട്ട് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ നമ്മുടെ വിചാരണ ആരും കണ്ടില്ല എന്നാ. പക്ഷെ അയൽവാസി അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ടായിരുന്നു. നീ എപ്പോഴാ കയറിയേ, അന്നേരം പഞ്ച് ചെയ്തു. എപ്പോഴാ കയറിയേ, എപ്പോഴാ ഇറങ്ങിയേ. കർത്താവ് പറഞ്ഞല്ലോ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്താ പറയണേ? നമ്മളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാലോ മഹാ കാട്ടുകളനാന്ന് പറയൂല്ലേ, മഹാ തരികിടയാന്ന് പറയൂല്ലേ, ഈ സ്റ്റേജിൽ കാണുന്ന ആളല്ല പുറത്തിറങ്ങുമെന്ന് പറയൂല്ലേ. കർത്താവ് ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്നാ പറയുന്നത്? ഇവർ പറഞ്ഞു, ചിലർ പറഞ്ഞു അവൻ ഏലിയാവാ, വേറെ ചിലർ പറഞ്ഞു എന്തുവാ, അവൻ ഇരമ്യാവാ, ഒരു പ്രവാചകനാ, സ്നാപക യോഹന്നാന്റെ ആത്മാവ് മരിച്ച ദിവസം യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റവനാ. ജനത്തിന് അത്രേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞ അത്രയെങ്കിലും കിട്ടി. ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ പറയാനുള്ളത്? എല്ലാവരും മൗനം വിദ്വാന ഭൂഷണമെന്ന് ഉള്ളതിൽ ആരും ഒന്നും മിണ്ടിയില്ല. എന്താ അറിയാണ്ടാന്നോ? മിണ്ടിയില്ല. പത്രോസ് തന്നെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന ഈ പോയിന്റ്, വി ഷുഡ് ലേൺ ടു ഹിയർ ഫ്രം പബ്ലിക്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ചിന്തിക്കണം, പഠിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. നീ അവിടെ പോകുന്നത്, അവരോട് അങ്ങനെ ഇടപെടുന്നത്, ആ വീട്ടിൽ അത്രയും കയറി ഇറങ്ങുന്നത്, ആ സഹോദരിയോട് മാത്രം നീ അങ്ങനെ പെരുമാറുന്നത്, അല്ല ഇന്ന ആളോട് ഇങ്ങനെ ചെയ്യുന്നത്, അത് അത്ര ഒരു നല്ല ഇതല്ല എന്ന് പറയുമ്പോഴേ എന്ത് ചെയ്യുന്നറിയാമോ? അത് കേൾക്കാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്തോ ഇതായിട്ടാണ് പഠിച്ചത്, സബ് പോയിന്റ് ആയിട്ടാണ് പഠിച്ചത്. നമ്മൾ ഷുഡ് ബി എ ലേണർ ഓർ എ സ്റ്റുഡൻസ്. 8ാമത്തത്, ഇനി മെയിൻ പോയിന്റിൽ 8ാമത്തത്, എ ലീഡർ ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവൻ സ്വാധീനിക്കാൻ കഴിവുള്ളവനായിരിക്കണം. പലർക്കും പറ്റിയ പരാജയം അതാ. എന്ത് നല്ല ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യല്ല, ആരെയും സ്വാധീനിക്കാൻ അവരുടെ ആശയം കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് ആരെയും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, സ്വാധീനിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു ലീഡർ ആരായിരിക്കണം? ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. എന്താ എൻ്റെ കാരണം? നിനക്ക് ആളുകളെ സ്വാധീനം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ ദൗത്യം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം ദൗത്യ പൂർത്തീകരണത്തിൽ സ്വാധീനത്തിന് ഒത്തിരി സ്ഥാനമുണ്ട്. അപ്പൊ നീ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം മറ്റുള്ളവരെ. അപ്പൊ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? മര്യാദയ്ക്ക് എന്നും പറഞ്ഞ് നോ 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 അധികാരം ചെലുത്തിയിട്ടൊന്നും നിനക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കുറച്ച് ആളത്തേക്ക് നിൽക്കും. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? 8 ചെറിയ ഒന്നിനെ, വിത്ത് മൈ ലൈഫ്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റണം, സ്വാധീനിക്കാനായിട്ട് കഴിയണം. അധികം പറയുമൊന്നും വേണ്ട. എൻ്റെ സാന്നിധ്യം, എൻ്റെ ജീവിതം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നായിരിക്കണം. 2, വിത്ത് മൈ മെസ്സേജ്, എൻ്റെ സന്ദേശം. അതുകൊണ്ടല്ലേ പലരും പറയാറുണ്ട്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ആൻഡ് മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ്. എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സന്ദേശം. ഒത്തിരി ഒന്നും പറയണ്ട, 1-2 വാക്ക് പറഞ്ഞത് കുറിക്ക് കൊള്ളുന്നതായിരുന്നു. അത്ര അധികം ആളുകളെ സ്വാധീനിക്കാൻ ഇല്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒത്തിരി ഒന്നും അവർ പ്രസംഗിക്കത്തില്ല. അവർ പ്രസംഗം വെറും ചുരുങ്ങിയ വാചകങ്ങളിൽ മാത്രമായിരിക്കും അവരുടെ പ്രസംഗം. അത് ചെലുത്തിയ സ്വാധീനമോ? ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ വസ്ത്രധാരണ രീതി കൊണ്ടൊന്നും നിനക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വില കൂടിയ വസ്ത്രം ധരിച്ചുണ്ടോ? മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്തുവാണെന്നറിയാമോ? സിംപ്ലിസിറ്റി ആയിരിക്കും, ലാളിത്യമായിരിക്കും. അക്കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയെ. ഇത്രയും ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ തലവനായിരുന്ന മനുഷ്യൻ്റെ വസ്ത്രധാരണ രീതി കണ്ടിട്ടുണ്ടോ? ഒറ്റൊരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രമല്ല ആരെയും എന്ത് ചെയ്തത്, ആകർഷിച്ചത്.
അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശമായിരുന്നു. പലരുടെയും ജീവിതത്തെക്കാൾ കൂടുതൽ ജനത്തെ ആകർഷിക്കുന്നവരുടെ വസ്ത്രമായിരിക്കും. പ്രസംഗിച്ച് കഴിഞ്ഞാലും പാസ്റ്ററുടെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു എന്നാ പറയാം. പാസ്റ്റർ എന്തോ പ്രസംഗിച്ചെന്നൊന്നും അറിയത്തില്ല, പക്ഷെ പാസ്റ്ററുടെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ആ പാൻറ് സൂപ്പറായിരുന്നു. കണ്ണാടയൊക്കെ എന്നെ ഗ്ലാമറായിരുന്നു എന്നറിയാം. വി ഷുഡ് ബി ഏബിൾ ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട്? എൻ്റെ ജീവിതം കൊണ്ട്. 2, എൻ്റെ മെസ്സേജ് കൊണ്ട്. 3, വിത്ത് മൈ ലീഡർഷിപ്പ് എബിലിറ്റി. എൻ്റെ നേതൃത്വ പാഠവം കൊണ്ട്. ഒരേ വിഷയം ചെയ്യാനായിട്ട് 2-3 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുവൻ 5 മണിക്കൂർ എടുത്തത് വേറൊരുത്തം വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ? 3 മണിക്കൂർ കൊണ്ട് ചെയ്യും. അപ്പുറത്തൊരുത്തന് 1 മണിക്കൂർ കൊണ്ട് ചെയ്തു. കാര്യം എന്നാ? അവന് ചെയ്യിക്കാൻ അറിയാം. അവന്റെ ലീഡർഷിപ്പ് അത് അവനറിയാം. അവന്റെ നേതൃത്വ ഗുണമാണ്. അവൻ ആ കാര്യം കണ്ടു പഠിച്ചു കഴിഞ്ഞ ഉടനെ മനസ്സിൽ ഒരു 5 പേര് അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഓക്കെ, ഇന്നയാളിൻ്റെ ഇതോടെ ഇന്നയാളിൻ്റെ ഇതോടെ പണി ചെയ്യിക്കാൻ അറിയാവുന്നവരുണ്ട്. അവരുടനെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് 4 പേർക്ക് 5 പേർക്ക് കൊടുത്തു. നിമിഷ നേരം കൊണ്ടെല്ലാം തീർന്നു. ഒരാളുടെ കാര്യം ചെയ്യുമ്പോഴത്തേനും മറ്റേ ആളപ്പോഴത്തേനും എന്ത് ചെയ്തു? അത് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇതിവിടെ വേകുമ്പോഴത്തേനും ഇവിടെ കഷ്ണം നുറുക്കി കഴിഞ്ഞു. കഷ്ണം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അരപ്പിൻ്റെ കൂട്ടും എല്ലാ അരപ്പും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു. വിതിൻ മിനിറ്റ്സ് എല്ലാം തീർന്നു. ദ ലീഡർഷിപ്പ് എബിലിറ്റി. അപ്പം നമ്മുടെ നേതൃത്വ ഗുണം കൊണ്ട് നമുക്ക് ആളുകളെ സ്വാധീനിക്കാനായിട്ട് കഴിയണം. 4-മത്തത് വിത്ത് അവർ ക്യാരക്ടർ. നമ്മുടെ സ്വഭാവം കൊണ്ട്. എങ്ങനെയുള്ള സ്വഭാവം ആയിരിക്കണം? ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ. എഴുതിക്കോ, 4-മത്തെ പോയിന്റ് ആണത്. ഏതില്? 8-മത്തെ പോയിന്റില് 4-മത്തെ സബ് പോയിന്റ് ആണ് ഈ പറയുന്നത്. നമ്മുടെ സ്വഭാവം കൊണ്ട്. സ്വഭാവം എങ്ങനെ ആയിരിക്കണം? ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ആയിരിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം എന്തുവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? രോമം കത്തിരിക്കുന്ന മുമ്പിൽ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ നിന്നേനെ. അതുകൊണ്ടാണ് തട്ട് കിട്ടുന്നത്. ചിലപ്പം എനിക്ക് കർത്താവിനെ കുറിച്ച് പറയുന്ന ആ ഭാഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. പ്രതിവാദിക്കാൻ തനിക്ക് അവസരം ഉണ്ടായിരുന്നിട്ടും അറിയാമായിരുന്നിട്ടും താൻ എന്ത് ചെയ്യുന്നില്ല? പ്രതികരിക്കുന്നില്ല. ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ. അതിൽ അവസാനത്തെ പോയിന്റ്, യു ഹാവ് ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ വിത്ത് ഗോഡ്ലി വിസ്ഡം. നമ്മുടെ ജ്ഞാനം കൊണ്ട്. എത്രാമത്തെ പോയിന്റ് അത്? 5-മത്തെ പോയിന്റ്, വിത്ത് ഗോഡ്ലി വിസ്ഡം. അവന്റെ ജ്ഞാനം അപാരമാണ്. ദൈവം അതിനുള്ള കഴിവ് നമുക്ക് തരും. ഒരു ദൈവിക കാര്യത്തിലാണ്, ദൈവിക ശുശ്രൂഷയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ ഒരു ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കും. വളരെ ഈസി ആയിട്ട് പ്രശ്നങ്ങളെ എന്ത് ചെയ്യാനായിട്ട് മണിക്കൂർ കണക്കിന് തലപോഞ്ഞിരുന്ന് ആലോചിക്കുന്ന വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ദൈവമുള്ള ജ്ഞാനം നൽകുന്നത്. എനിക്കറിയാം. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ. ഇന്ത്യയിൽ ഒരു വലിയ അയൺ ഫാക്ടറി, ഇരുമ്പ് കമ്പികൾ അവിടെ ഉണ്ടാക്കുന്നത്. ആ ഫാക്ടറി പെട്ടെന്ന് സ്റ്റക്കായി. പെട്ടെന്ന് പ്രവർത്തനം നിന്നു. എത്ര പഠിച്ച പണി നോക്കിയിട്ടും ആരെക്കൊണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിനകത്ത് മാത്രം പ്രാവീണ്യമുള്ള ഒരാളുണ്ട്. ഈ ടെക്നോളജിയിൽ പ്രാവീണ്യമുള്ള അദ്ദേഹത്തിന് അറിയാം ഇതെന്തുവാന്ന്. ഗതി കേട്ടപ്പോൾ അദ്ദേഹത്തെ, ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളിയാണ്, പെന്തിക്കോസുകാരൻ അയാൾ. അവസാനം ഈ കമ്പനിക്കാർ അദ്ദേഹത്തെ വിളിച്ചു. കാര്യം പുള്ളി പറഞ്ഞു, വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ വർക്ക് ചെയ്തിരുന്ന, റൺ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്, പെട്ടെന്ന് അത് സ്റ്റക്കായി. എന്തുവാന്ന് അറിയത്തില്ല. കമ്പനി ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പക്ഷേ സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് പുറത്ത് വരുന്നില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, എൻ്റെ റേറ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ഒരു ഭീമമായൊരു തുകയാണ് പുള്ളി എന്ത് ചെയ്തത് പറഞ്ഞത്. പുള്ളിക്ക് ഫസ്റ്റ് ക്ലാസ് എയർ ടിക്കറ്റ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഭയങ്കര തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തുക. നമുക്ക് സ്വപ്നം കാണാൻ പോലെ കെട്ടായിരത്തി തുകയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അത് ചെയ്തേ പറ്റൂ ഇവർക്ക്, അല്ലെങ്കിൽ ഇത് മുഴുവൻ പോകും. കമ്പനിയുടെ വില വെച്ച് നോക്കുമ്പം ഒന്നുമില്ല. ഇത് അവർ സമ്മതിച്ചു. ഇദ്ദേഹത്തിന് ഇത് മുമ്പ് ചെയ്ത് പരിചയമൊന്നുമില്ല കേട്ടോ. പുള്ളി വന്നു. പുള്ളി ആദ്യം പറഞ്ഞു, ഹാഫ് ഓഫ് ദ എമൗണ്ട്, പകുതി പൈസ അക്കൗണ്ടിൽ ഇട്ടോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ കാര്യം കണ്ടു തന്നില്ലെങ്കിലോ ഇട്ടു. പുള്ളി പറഞ്ഞു, കമ്പനി ഒന്ന് കയറി കാണട്ടെന്ന് പറഞ്ഞു. കയറി കണ്ടോട്ടത്തിൽ ദൈവാത്മാവ് പുള്ളിയോട് പറഞ്ഞു, കമ്പനി 2 ദിവസത്തേക്ക് അടച്ചിടാൻ പറഞ്ഞു, എല്ലാ മെഷീനും ഓഫ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇരുമ്പ് ഉരുകി വരുന്ന ആ ഭാഗം എന്ത് ചെയ്തിരിക്കാന്ന് പറയുമ്പോൾ ഓവർലോഡായിട്ട് എന്ത് ചെയ്തിരിക്കാന്ന് പറയുമ്പോൾ അങ്ങ് സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. വേറൊന്നും പറഞ്ഞില്ല. കമ്പനി 3 ദിവസത്തേക്ക് അടച്ചിടാൻ പറഞ്ഞു. എല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഉരുകിയിരിക്കുന്ന സാധനം മുഴുവൻ അങ്ങ് എന്ത് ഉറച്ച് ചെറുതായി. ലിക്വിഡായിരുന്ന സാധനം എന്ത് ചെയ്തു ഉടനെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഈ ഉറങ്ങിയുടെ സാധനം എല്ലാം കൂടെ ഒഴുകി ഇങ്ങ് താഴോട്ട് പോകുന്നു. ഉരുകി ഇതിൻ്റെ ഇടയിൽ കൂടെ ഊർന്ന് താഴെ വീണു. കമ്പനി ഒന്നും ചെയ്തില്ല. മുഴുവൻ തുകയും പുള്ളിക്ക് കൊടുത്തു. ഇത് പുള്ളി തന്നെ എന്നോട് പറഞ്ഞ കഥയാണ്. എവിടുന്ന്? ഗോഡ്ലി വിസ്ഡം. ദൈവം തനിക്ക് ജ്ഞാനം പകർന്നു കൊടുത്തു. ഒരു വിഷയം വരുമ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ കാണാം. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് ഏറ്റവും വലിയ ജ്ഞാനമായിട്ട് പറയുന്നത്. ആ ദൈവം അവന് കൊടുത്ത ജ്ഞാനം. ഒരു ലീഡറിനുണ്ടായിരിക്കേണ്ടത് ഗോഡ്ലി വിസ്ഡം, ദൈവികമായ ജ്ഞാനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. 9-മത്തെ മെയിൻ പോയിന്റ്, എ ലീഡർ ഷുഡ് ബി എ പാഷൻ ഇൻഫ്യൂസർ. എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് തൻ്റെ ദർശനം പകർന്നു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഒരു നേതാവ് മറ്റുള്ളവരിലേക്ക് തൻ്റെ ദർശനം പകർന്നു കൊടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. പാഷൻ ഇൻഫ്യൂസർ.
അല്ലെങ്കിൽ ഇംപാർട്ടർ. നമുക്ക് വരുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ നേരെ പക്ഷെ നമുക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞെല്ലാം ചെയ്യും. നോ, അല്ല. നീ എന്ത് ചെയ്യണം? ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നിന്റെ ദർശനം എന്നാ? ദൈവം നിനക്ക് തന്ന ദർശനം എന്താ? നീ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ സഭയെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടെന്നാ? ഇത് നീ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കാനായിട്ട് ശക്തനായിരിക്കണം. അത് എങ്ങനെ വേണമെങ്കിൽ പകർന്നു കൊടുക്കാം. വരമൊഴിയായിട്ട് വേണമെങ്കിൽ പകരാം, വാമൊഴിയായിട്ട് വേണമെങ്കിൽ പകരാം. ഏത് വിധത്തിലെങ്കിലും നിനക്ക് എന്ത് ചെയ്യാൻ വരണം? ഇത് നീ പ്രാപിച്ച ദൗത്യം, നിനക്ക് ലഭിച്ച ദൈവിക കാഴ്ചപ്പാട്, നിന്നോട് ദൈവം ചെയ്യാൻ പറഞ്ഞ ആ ദൗത്യം നീ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. അവിടെ വരുമ്പോഴാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിലോട്ട് പോകേണ്ടത്. ഇത് പകർന്നു കൊടുക്കാൻ ചിലപ്പം ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ചിലപ്പം ബോർഡ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം തന്നെ എങ്ങനെയെങ്കിലും ഇത് നിങ്ങളുടെ തല കയറാൻ വേണ്ടിയാ. അപ്പം നമുക്ക് ലഭിച്ച ഇങ്ങനെ നമ്മൾ ഈ ആംഗ്യമൊക്കെ കാണിക്കുന്നത് ചുമ്മാ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എന്തിനാ നമ്മൾ കൈയും കാലും ഒക്കെ എടുത്ത് ആംഗ്യം കാണിക്കുന്നത്? എന്തിനാ? നമ്മുടെ മനസ്സിലുള്ള ആ ആശയത്തെ നമ്മുടെ ആംഗ്യവിക്ഷേപങ്ങളിലൂടെങ്കിലും ആ ആളുടെ തലയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോർഡ് ഉപയോഗിക്കുന്നത്. അതിലും പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദൃശ്യ മാധ്യമം കൊണ്ടുവരും. ഇനിയെങ്കിലും നിങ്ങളുടെ തലയിലൊന്നും എന്ത് ചെയ്തിട്ട് കയറട്ടെന്നുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും കർത്താവ് ഉപമകൾ ഉപയോഗിച്ചത് മുഴുവൻ അതിനു വേണ്ടിയാണ്. ഇത് ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക്, അവരുടെ ഉള്ളത്തിലേക്ക് ഈ ആശയത്തെ എന്ത് ചെയ്യണം? ഇൻഫ്യൂസ് ചെയ്യാനായിട്ട്, പകർന്നു കൊടുക്കാനായിട്ട്, ഇംപാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണമാണ്. ഞങ്ങളുടെ നേതാവ് ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? നോ, ഹി ഷുഡ് ടോക്ക്. സംസാരിച്ചേ പറ്റൂ. ഇവിടാണ് നമുക്കൊരു വലിയ പ്രതിസന്ധി വരുന്നത്. നമ്മുടെ ദർശനം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതാണോ? അല്ല, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ അവൻ ജോസഫേട്ടന് പറ്റിയത് ആ കുഴപ്പമാണ്. കണ്ട സ്വപ്നം ആരോട് പറഞ്ഞു? സഹോദരന്മാരോട് പറഞ്ഞു. നീ അങ്ങനെ അത്ര വലിയ ആൾ, എന്നെ പിടിച്ച് പൊട്ടക്കണ്ടി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നീ ദർശനം ആരോട് പറയുന്നു, പങ്കുവെക്കുന്നു, അതിൻ്റെ സമയമൊക്കെ നോക്കണം. ഇപ്പോൾ 14 വയസ്സുള്ള പെൺകുട്ടി വന്ന് അമ്മയോട് പറയാം, അമ്മച്ചി ദൈവം ഇന്നലെ എനിക്കൊരു സ്വപ്നം കണ്ടത്, ഞാൻ ഇങ്ങനെ ഒരു ചെറുക്കനെ കിട്ടുന്നതായിട്ട് വിവരം അറിയാൻ നേരം. ശരിയായിരിക്കും, ദൈവം കൊടുത്ത ദർശനം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം നേരത്തെ നിനക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നതാണെന്ന് ദൈവം ആ കുഞ്ഞിനോട് എന്തിനു കാണും? സംസാരിച്ച് കാണും. പക്ഷേ പ്രായം അത് പറയണ്ട പ്രായമല്ല. അവൻ ജോസഫിന് പറ്റിയതാ. ഈ ദർശനം നീ പകർന്നു കൊടുക്കുമ്പോൾ നീ വളരെ ശ്രദ്ധിച്ചോണം. ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എനിമീസ്. ശത്രുക്കളെ ഉണ്ടാക്കാം. വെൻ യു ഇവിടെ നിങ്ങൾ പറയും ഈ ദർശനം പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ദൈവം നിനക്ക് തന്ന ദൗത്യത്തെക്കുറിച്ച്, ദൈവം നിനക്ക് തന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് നീ പറയുമ്പോൾ, ചൂസ് ദ റൈറ്റ് പീപ്പിൾ. അതിന് പറ്റിയ ആളുകളെ വേണം എന്ത് ചെയ്യാനായിട്ട്? തിരഞ്ഞെടുക്കാനായിട്ട്. നോക്കി, അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് കൊടുക്കുന്ന നിയോഗം എന്നാ? ഉപദേശിപ്പാൻ സമർത്ഥരും വിശ്വസ്തരുമായ മനുഷ്യരെ നീ എന്ത് ചെയ്യണം? ഫലമേൽപ്പിക്കണം. ചൂസ് ദ റൈറ്റ് പീപ്പിൾ. ലീഡർഷിപ്പിലൊരു വലിയ പ്രശ്നമാണ് എന്തുവാ? ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ. പറ്റിയ ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അത് കുറേ അടി കൊള്ളുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഉദാഹരണം, പന്ത് കളിക്കാൻ പോകണം. ഇല്ല, ബാസ്കറ്റ് ബോൾ കളിച്ച് പരിചയമുള്ളവനെ ഫുട്ബോളിൻ്റെ ഗോളിയായിട്ട് നിർത്തിയാൽ എന്തോ ചെയ്യും? അവൻ പന്ത് പിടിച്ച് നേരെ അങ്ങോട്ട് തന്നെ എന്ത് ചെയ്തിരിക്കും? ഇട്ടേക്കും. ബാസ്കറ്റ് ബോളല്ലേ പരിപാടി? പന്ത് പിടിച്ച് എന്ത് ചെയ്യുക? നെറ്റിലോട്ട് ഇടുക. ഇവൻ പന്ത് പിടിച്ച് എന്ത് ചെയ്തു? നാളെ സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുവൻ. ചൂസ് ദ റൈറ്റ് പീപ്പിൾ. അല്ലെങ്കിൽ സെൽഫ് ഗോൾ ഒത്തിരി നമുക്ക് കിട്ടും. സംഗതി ശരിയാ, 7 പേരും 15 പേരൊക്കെ ടീമിലുണ്ട്. പക്ഷെ എല്ലാം സെൽഫ് ഗോൾ അടിക്കുന്നവനാണ്. പല പ്രസ്ഥാനങ്ങൾക്കും പറ്റിയ പ്രശ്നം അതാണ്. കാരണം നേതാവോ അല്പം മോഷ്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അനുയായിക്ക് കൊടുക്കുന്നത്. പിന്നെ അവനും മോഷ്ടിച്ചു അവസാനത്തിന് അദ്ദേഹത്തെ ബന്ധുവാ. ചൂസ് ദ റൈറ്റ് പീപ്പിൾ. അപ്പോൾ അത് അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണം എന്നാന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ. കാരണം സമയം നല്ല കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പഠിച്ചത് എന്തുവാ? നമ്മൾ ഇന്ന് പഠിച്ചു നിർത്തിയേക്കുന്നത് എന്തുവാ? എ ലീഡർ ഷുഡ് ബി ആൻ ഇംപാർട്ടർ ഓർ ഇൻഫ്യൂസർ.